Hi, in this chapter, questions. Question number 1. Which of the following is an example of covalent solid? Option A, silicon carbide. Option B, barium sulfate. Option C, solid carbon dioxide. Option D, iodine. നമുക്കറിയാം covalent solid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ചെയ്തു പോകുന്ന ആൾക്കാരാണ്. എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത് തന്നെ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, സിലിക്കൺ കാർബൈഡ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് എ. ഇനി എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻ? ബാരിയം സൾഫേറ്റ്. ബാരിയം സൾഫേറ്റ് അയോണിക് കോമ്പൗണ്ട് ആണല്ലോ, അതുകൊണ്ട് അത് അയോണിക് സോളിഡ് ആണ്. പിന്നെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, അതൊരു കോവാലന്റ് മോളിക്യൂൾ ആണ്, അതുകൊണ്ട് അത് മോളിക്കുലാർ സോളിഡ് ആണ്. ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത് അയോഡിൻ, അതും മോളിക്യൂൾ ആണ്, അതും മോളിക്കുലാർ സോളിഡിലാണ് വരിക. സോ ദ റൈറ്റ് ഓപ്ഷൻ എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following is a molecular solid? Option A, MgO. Option B, AgCl. Option C, carbon dioxide. Option D, palladium. Right option C ആണല്ലോ, carbon dioxide is a molecule. Next, which of the following compound is a good conductor of electricity in solution state? നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാതെ ഹീറ്റ് ചെയ്യുമ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന സോളിഡിന് എക്സാമ്പിൾ ആണ് അയോണിക് സോളിഡ്. ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എ കോവാലന്റ് സോളിഡ്, ഓപ്ഷൻ ബി മോളിക്കുലാർ സോളിഡ്, ഓപ്ഷൻ സി മെറ്റാലിക് സോളിഡ്, ഓപ്ഷൻ ഡി അയോണിക് സോളിഡ്. ഡി is the right option. Fourth question, if A, B and C and alpha, beta and gamma are the adjacent angles of a unit cell, then an orthorhombic unit cell is described as. ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം എഡ്ജ് ലെങ്ത്തും ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസും പറയുന്ന രീതിയിൽ കോഡ് പറഞ്ഞിട്ടുണ്ട്. CTOM THR പഠിച്ചു വെക്കാൻ. സി ക്യൂബിക്, ടി ടെട്രാഗണൽ, ആ ഓർഡർ പറഞ്ഞല്ലോ. മുകളിലുള്ള ആൾ A = B = C, താഴെയുള്ള ആളും A = B = C. രണ്ടാമതുള്ള ആൾ A = B ≠ C. ഇവിടുന്ന് താഴെ നിന്ന് മേലേക്ക് രണ്ടാമതുള്ള ആൾ A = B ≠ C. അങ്ങനെ ആ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം, ഇൻക്ലൂഡിങ് ദാറ്റ് എക്സാമ്പിൾ. അത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വിശദീകരിക്കുന്ന സമയത്തെ പറഞ്ഞിരുന്നു, എന്നെ ചോദ്യങ്ങൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ പോയി ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. സോ ആ ടേബിൾ നിങ്ങളൊന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. അവിടെ രണ്ട് കാര്യം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. മോസ്റ്റ് ഓർഡേർഡ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ക്യൂബിക്കും മോസ്റ്റ് ഡിസോർഡേർഡ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ട്രൈക്ലിനിക്കുമാണ്. അതിന് കൂടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷൻ തന്നിട്ടുള്ളത് നമുക്ക് ഓർത്തോറോംബിക്കിൻ്റെ ഏതാണെന്നല്ലേ? A = B ≠ C. അതല്ല, ഓർത്തോറോംബിക്കിന് A ≠ B ≠ C എന്നാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ബി. A ≠ B ≠ C, ബട്ട് ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. അതാണ് റൈറ്റ് ആൻസർ. സോ ദ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്രിസ്റ്റൽ സിസ്റ്റം? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റമാണ് ഉള്ളത്. CTOM THR ഓർക്കുന്നുണ്ടല്ലോ. അതിൽ പെടാത്തത് ഏതാണ്? ട്രൈക്ലിനിക് ആണ്, റോംബോഹെഡ്രൽ ആണ്, ടെട്രാഗണൽ അതുമാണ്, ഐസോമോർഫസ്. ഐസോമോർഫസ് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, അത് സോളിഡിന്റെ ഒരു ബിഹേവിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോ ദ ഓപ്ഷൻ ഈസ് ഡി. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അൺസിമെട്രിക്കൽ ക്രിസ്റ്റൽ സിസ്റ്റം ഈസ്. ആ ചോദ്യം ഇവിടെ ഉണ്ട്, ഓർക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞത് അവിടെ A ≠ B ≠ C, ആൽഫ ≠ ബീറ്റ ≠ ഗാമ = 90 ഡിഗ്രി. അതാണ് ട്രൈക്ലിനിക്കിന്റെ പാരാമീറ്റേഴ്സ്. സോ ദ മോസ്റ്റ് ഡിസോർഡേർഡ് ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് ട്രൈക്ലിനിക്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് സി. സെവൻത് ക്വസ്റ്റ്യൻ, ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് ഹാസ് ഡാഷ് കോർഡിനേഷൻ നമ്പർ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോഡി സെന്റേർഡ് ആണെങ്കിൽ 8 ആണ് കോർഡിനേഷൻ നമ്പർ. ഓർക്കുന്നുണ്ടല്ലോ, സിമ്പിൾ ആകുമ്പോൾ 6, ബോഡി സെന്റേർഡ് ആകുമ്പോൾ 8, മറ്റേ CCP HCP ആകുമ്പോൾ 12. സോ ദ ഓപ്ഷൻ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് ഈസ്. ഞാൻ എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു, ആ എക്സാമ്പിൾ കൊടുത്തത് പ്രത്യേകം കാണാൻ പഠിക്കണം. ഓപ്ഷൻ എ സോഡിയം. ആൽക്കലി മെറ്റൽസ് എല്ലാം ഇതിന്റെ കാറ്റഗറിയിലാണ് വരിക എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. സോ ഓപ്ഷൻ എ സോഡിയം. നെക്സ്റ്റ്, എ കോമ്പൗണ്ട് ഫോംഡ് ബൈ 2 element X and Y crystallizes in the cubic structure where Y atoms are at the corners of a cube and X atoms are alternate faces. The formula of the compound is. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതി വിശദീകരിക്കാനുണ്ട്. നമുക്കറിയാം ഇവിടെ ആറ്റംസ് X ഫോംസ് atoms Y crystallizes in cubic structure where Y atoms are at the corners and X alternate faces ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി നോക്കിക്കോളൂ, എക്സും വൈയും ആണല്ലോ ഇവിടുത്തെ എലമെന്റുകൾ ഈ സോളിഡിലെ. എക്സ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ഫേസിലും Y എന്ന് പറയുന്നത് കോർണറിലുമാണ്. നമുക്കറിയാം 8 കോർണറിലായിട്ട്, ഞാൻ അതിന്റെ വിശദീകരണം ചെയ്യുന്ന നോക്കിക്കോളൂ, നമ്പർ ഓഫ് Y ഈക്വൽസ് 8 കോർണറുകളിലായിട്ട് 1/8 വീതമുണ്ട്, ദാറ്റ് ഈസ് 1. ഇനി നമ്പർ ഓഫ് എക്സ് ഈക്വൽസ്, എക്സ് എവിടെ ഉള്ളത്?
ഓൾട്ടർനേറ്റ് ഫേസിലാണ്. എന്താ ഈ ഓൾട്ടർനേറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരിടത്തുണ്ട് അടുത്ത സ്ഥലത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ട് ഇല്ല എന്ന രീതിയിൽ പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇതൊരു ക്യൂബ് ആണെന്ന് പരിഗണിച്ചോളൂ. ഫോർ എക്സാമ്പിൾ ഇതിന് ഉള്ള 6 ഫേസുകൾ ഏതൊക്കെയാണ്? 1 2 3 4 5 6 അല്ലേ? ഇതല്ലേ 6 ഫേസുകൾ. ഇതിൽ ഓൾട്ടർനേറ്റ് പൊസിഷനിലാണ് അത്ര ആറ്റംസ് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, അതല്ലേ ഓൾട്ടർനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഫേസ് എന്ന് പറയുന്നതും ഹാഫ് ഓഫ് ദ ഫേസസ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഹാഫ് ഓഫ് ദ ഫേസസ് എന്ന് പറയുമ്പോൾ 6ൽ 3 എന്നാണ് വരിക. ഓൾട്ടർനേറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ 6ൽ 2 ഉണ്ടെന്നേ അർത്ഥം വരുന്നുള്ളൂ. കാരണം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ. കാരണം ഉണ്ട് ഇല്ല ഉണ്ട്. എങ്ങനെ? ഉണ്ട് ഇല്ല ഉണ്ട്. അപ്പോഴേ എന്താവുന്നു? ഓൾട്ടർനേറ്റ് ആവുന്നുള്ളൂ. ഉണ്ട് ഇല്ല ഉണ്ട് മീൻസ് 2 എൻഡിലെ പാറ്റേൺസ് ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഓക്കെ, സോ നമ്പർ ഓഫ് എക്സ് ഈക്വൽസ് നോക്കിക്കോ, നമ്പർ ഓഫ് എക്സ് ഈക്വൽസ് 2 ഇൻറ്റു ഫേസിലായതുകൊണ്ട് 1/2 വെച്ചാൽ കിട്ടുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അഗൈൻ 1. സോ ദ ഫോർമുല ഈസ് എക്സ് വൈ. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഡി. Okay. Next question. When atoms are placed at the corners of all 12 edges of a cube, the number of atoms present per unit cell is. നോക്കൂ, when atoms are placed at the corners of all edges of a cube, all 12 edges of a cube. ഈ all 12 edges ക്യൂബിന്റെ എഡ്ജുകളുടെ കോർണറിൽ എന്നാ പറയുന്നത്. ആക്ച്വലി ആറ്റംസ് എവിടെയാണ് നിൽക്കുന്നത്? കോർണറിൽ. എത്ര കോർണർ ഉണ്ട്? 8 കോർണർ. 8 കോർണറിലും ഒരു യൂണിറ്റ് സെല്ലിലേക്ക് എത്ര വീതം കിട്ടുക? 1/8 വീതം. കോർണർ ആകുമ്പോൾ അങ്ങനെയല്ലേ പഠിച്ചത്. സോ 1/8 ഇൻറ്റു 8 കോർണർ ആകുമ്പോൾ ചെയ്യാനൊന്നുമില്ല. 1/8 ഇൻറ്റു 8 ഈക്വൽസ് 1. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1. ഫസ്റ്റ് ഓപ്ഷൻ. 11th question. AB type of arrangement different layers in close packed structure is called. ഉദ്ദേശത്തിലുള്ളൂ AB ടൈപ്പ് അറേഞ്ച്മെന്റ് ഉള്ള ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഏതാണെന്ന്. നമുക്കറിയാം, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ A ടൈപ്പ് ആണ്. ബോഡി സെന്റഡ് ആണെങ്കിൽ AB ടൈപ്പ് ആണ്. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ CCP ആണെങ്കിൽ ABC ടൈപ്പ് ആണ്. HCP ആണെങ്കിൽ AB ടൈപ്പ് ആണ്. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ശരിയാണ്. ഓപ്ഷൻ എ ശരിയാണ്. ദെൻ ബി ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ തെറ്റാണ്. ഓപ്ഷൻ സി ഫേസ് സെന്റേഡ് ക്ലോസ് പാക്കിംഗ്. ഫേസ് സെന്റേഡ് ക്ലോസ് പാക്കിംഗ് തന്നെയാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് വരുന്നത്. ഓപ്ഷൻ ഡി ബോഡി സെന്റേഡ് ക്ലോസ് പാക്കിംഗ്. ആക്ച്വലി ഇവിടെ ബോഡി സെന്റേഡ് ക്ലോസ് പാക്കിങ്ങും ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ബോഡി സെന്റേഡ് ക്ലോസ് പാക്കിങ്ങിന്റെ അറേഞ്ച്മെന്റിൽ ആറ്റങ്ങൾ ഒന്ന് സ്പേഷ്യസ് ആയിട്ട് വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ ക്ലോസ് പാക്കിങ്ങിന്റെ കാറ്റഗറിയിൽ നമ്മൾ അതിന് പറയുന്നില്ല. അതുകൊണ്ടാണ് ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് 3 ടൈപ്പേ പറയുന്നുള്ളൂ. സിമ്പിൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അഥവാ CCP, ദെൻ HCP. ഈ 3 കമ്പയർ ചെയ്തിട്ടാണ് പറയാ. സിമ്പിൾ ക്യൂബിക് ആകുമ്പോൾ AA ടൈപ്പ്, HCP ആകുമ്പോൾ AB ടൈപ്പ്, CCP ആകുമ്പോൾ ABC ടൈപ്പ്. അപ്പൊ നമ്മൾ ആ ഓപ്ഷനിലാണ് നോക്കേണ്ടത്. ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് BCCA ആൻസർ ആയിട്ട് പറയാവുന്നതുമാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഹിയർ ഈസ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the radius of an octahedral void is R and the radius of atoms in close packing is capital letter R, then the relation between small letter r and capital letter R is. നമുക്കറിയാലോ, ഒക്ടാഹെഡ്രൽ ക്ലോസ് പാക്കിംഗ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഡിയസ് റേഷ്യോ എത്രയാണെന്ന്. ട്രയഗണൽ, ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റേഷ്യോ, ആ ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓപ്ഷൻ സി. ദാറ്റ് മീൻസ് R ഈക്വൽസ് 0.414 R എന്ന രീതിയിൽ കിട്ടും. Next question, 13th question. A metal has face-centered arrangement. If length of the edge of the cell is xpm and m is the atomic mass, then the density will be equal to. What is the equation to calculate density? Density D equals Zm by A cube n. ഇവിടെ നമുക്ക് Zmന്റെ സ്ഥാനത്ത് മാസ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് A എന്ന് പറയുന്നത് x ആക്കി എടുക്കാൻ, വേറെ M ആണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇത് FCC ആയതുകൊണ്ട് Z വാല്യൂ 4 ആണല്ലോ വരിക. See, actual equation is D equals Zm by A cube n ആണല്ലോ. ഇവിടെ A ആയിട്ട് പറഞ്ഞിട്ടുള്ളത് x ആണ്. Z FCC ആയതുകൊണ്ട് അത് 4 ആണ്. So the answer will be like this: 4m by
x cube n, which is the right option. 4m by x cube n, that is C. C ആണ് correct option. Next question. For tetrahedral coordination, the radius ratio r plus bar r minus is. Direct question ആണല്ലോ. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. 0.224 to 0.414 ആണ്. ആ ടേബിൾ നിങ്ങൾ പഠിക്കണം. റേഡിയസ് റേഷ്യോ ടെക്സ്റ്റിനകത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിലും എൻട്രൻസിന് അത് നല്ലൊരു ടോപ്പിക്കാണ്. NCERT-യുടെ എക്സസൈസിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിക് ഉൾപ്പെടുന്ന ടോപ്പിക്സ്. അതുകൊണ്ട് ഇത് ടെക്സ്റ്റിനകത്ത് ഉള്ള രീതിയിൽ തന്നെയാണുള്ളത്. നിങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ്, A solid is made up of two elements A and B. Atoms of B are in CCP arrangement while atoms of A occupy all the tetrahedral site. Formula of the compound is. വളരെ രസകരമായ ഇത്തരം ചോദ്യങ്ങൾ കോമൺ ആണ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എൻട്രൻസിൽ ചോദിക്കുക. നോക്കിക്കോളൂ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സോളിഡ് എ ബി ഫോം CCP. ബി ആണ് CCP ഉണ്ടാക്കുന്നത്. എ ഉള്ളത് ഓൾട്ടർനേറ്റ് ഓൾ ടെട്രാഹെഡ്രൽ വോയിഡിലാണ്. എല്ലാ ടെട്രാഹെഡ്രൽ വോയിഡിലുമാണ് എ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇതിന്റെ വിശദീകരണം കേട്ടോളൂ. വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഇഫ് ദർ ആർ n spheres there will be n octahedral void and 2n tetrahedral void. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്. ലെറ്റ് നമ്പർ ഓഫ് ബി ഈക്വൽസ് n ആക്കി എടുത്തു. n എന്നുള്ളത് ഒന്നാക്കി കരുതിയാൽ മതി സോൾവ് ചെയ്യുന്ന സമയത്ത്. ദെൻ നമ്പർ ഓഫ് എ ഈക്വൽസ് 2n ആണല്ലോ വേണ്ടത്. അതെ, ഈ 2n-ല് 2n എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. എ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ വോയിഡിലാണുള്ളത്. n ബോൾസ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ 2n ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാകുമെന്നാണല്ലോ. ആ വോയിഡിനകത്തൊക്കെ എ ഉണ്ടായത് കൊണ്ട് എയുടെ എണ്ണം 2n എന്ന് കൊടുത്തു. ഓക്കെ, സോ ദ ഫോർമുല വിൽ ബി എ 2n bn. ഞാൻ നേരത്തെ പറഞ്ഞു n റിമൂവ് ചെയ്യാൻ. then we get a to b. So this is the option, the name. That means this is the formula. Okay, so the right option is D. Next question. A solid is made up of two elements P and Q. Q atoms are in CCP arrangement while P occupy half of the tetrahedral void. Formula is. ഇതേ ചോദ്യം തന്നെയാണ് ഇവിടെ. ബിയുടെ സ്ഥാനത്ത് Q ആറ്റംസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എ ഒക്യുപ്പൈ ചെയ്യുന്നത് ഹാഫ് ഓഫ് ദ ടെട്രാഹെഡ്രൽ വോയിഡിലാണ്. ഇത്തരം പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കിക്കോ, നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ് നമ്പർ ഓഫ് Q ഈക്വൽസ് n ആക്കി എടുത്തു. ഇവിടെയും ടെട്രാഹെഡ്രൽ വോയിഡ് ആയതുകൊണ്ട് P എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ വോയിഡിലാണല്ലോ ഉള്ളത്. അപ്പോൾ P ഒക്യുപ്പൈ ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ വോയിഡിലായതുകൊണ്ട് ഞാൻ ഇപ്പോൾ 2n എന്ന് എഴുതുന്നു. പക്ഷേ ആ ടെട്രാഹെഡ്രൽ വോയിഡിൽ പൂർണ്ണമായും P ഒക്യുപ്പൈ ചെയ്യുന്നില്ല. പിന്നെ എത്രയേ ഉള്ളൂ? ഹാഫിലെ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഹിയർ ബൈ ഹാഫ്. ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാവും? 3/4 ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ മൾട്ടിപ്ലൈ ബൈ 3/4. ദാറ്റ്സ് ഓൾ. ഇപ്പൊ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് പിയുടെ എണ്ണവും ക്യൂയുടെ എണ്ണവും എന്ത് തന്നെയാണ്? n വീതമാണ്. എന്താ കിട്ടിയതപ്പോ? Pn Qn. ദാറ്റ് മീൻസ് PQ. ദിസ് ഇസ് ദ ഫോർമുല. ഇനി ഓപ്ഷനിലേക്ക് നോക്കൂ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് വൺ. 17th question. The cell edge of a FCC crystal is 100 pm and its density is 10 gram. The number of atoms in 100 gram of this crystal is. ചോദ്യം നോക്കാം. എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട് എ, ദാറ്റ് ഈസ് ഈക്വൽസ് 100 pm. പൈക്കോമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ദെൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 10 gram ആണ്. ദെൻ 100 ഗ്രാമിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് കാണാനുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഡെൻസിറ്റി കാണാൻ ഇക്വേഷൻ Zm/A³ എന്നാണെന്നുള്ളത്? അപ്പൊ നമ്മളോട് പറയാനുള്ളത്, ചോദിച്ചിട്ടുള്ളത് എത്ര പാർട്ടിക്കിൾ ഉണ്ട് 100 gram ആണ് സബ്സ്റ്റൻസ് എങ്കിൽ. വാട്ട് യു വാണ്ട് ടു ഡു ഈസ് ജസ്റ്റ് ടു റീഅറേഞ്ച് ദി ഇക്വേഷൻ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് n ഈക്വൽസ് Z. ഇത് ഏതാണ് സോളിഡ് പറഞ്ഞിട്ടുള്ളത്? FCC ആയതുകൊണ്ട് Z ഇവിടെ 4 ആണ് വരിക. സോ 4 into എത്ര ഗ്രാമിലാണ് ചോദിച്ചത്? 100 ഗ്രാമിൽ. സോ m തന്നിട്ടുണ്ട് 100 ഡിവൈഡഡ് ബൈ A³. ദാറ്റ് ഈസ് A³. A 100 ആണെന്നുള്ളത്. സോ 100 ഡെൻസിറ്റി ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ തന്നത് കൊണ്ട് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കേണ്ടതുണ്ട്. ഇതിനെ ഡെൻസിറ്റി തന്നിട്ടുള്ളത് 10 gram per centimeter cube ആണല്ലോ. അതുകൊണ്ട് പൈക്കോമീറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിന്റെ റീഡിങ്ങിൽ പറയണം. എങ്ങനെ പൈക്കോമീറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കുക? 10⁻⁻10 12 മീറ്റർ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 1 പൈക്കോമീറ്റർ ഈക്വൽസ്. സോ 100 പൈക്കോമീറ്റർ ഈക്വൽസ്
100 into 10 raised to minus 12 meter. പക്ഷെ നമുക്ക് മീറ്റർ അല്ല ആക്കേണ്ടത്, സെന്റിമീറ്റർ ആണ്. സോ ഞാൻ ഇവിടെ എഴുതട്ടെ 100 into 10 raised to minus 10 centimeter. ഓക്കെ, ഇനി അതിന്റെ പ്രോബ്ലം ഞാൻ ചെയ്യാൻ പോവാണ്. 100ന്റെ ക്യൂബ്, ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് 100 into 100 into 100. So I can write it as simply 10 raised to 6 into 10 raised to minus 10 the whole cube. That means that will be 10 raised to minus 30 into, ഇനി എന്താണ് കൊടുക്കാനുള്ളത്? ഡെൻസിറ്റി കൊടുത്തോ, ഡെൻസിറ്റി. സി ഇക്വേഷൻ എങ്ങനെ വരിക? n ഈക്വൽസ് zm ബൈ a ക്യൂബ് d ആണ് വരിക. z കൊടുത്തു, മാസ് കൊടുത്തു, എഡ്ജ് ലെങ്ത്തിന്റെ ക്യൂബാണ് ഇപ്പോൾ ഈ ചെയ്തത്. ഓക്കെ, സെന്റിമീറ്റർ ടേംസിലേക്ക് കൊണ്ടുവന്ന് ക്യൂബ് എടുത്തു. ഇപ്പോൾ ഡെൻസിറ്റി ചെയ്താൽ മതി 10. ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക നോക്കിക്കോളൂ. ഈ 10ഉം 10ഉം പോയ വേറെ 10 ഉണ്ട്, ആ 10ഉം ഇതും പോയി 10⁵ താഴെ, ഈ 10⁵5ഉം 10⁵13 പോയി കഴിഞ്ഞാൽ 10⁻⁻25 താഴെ, അത് മേലെ പോയി കഴിഞ്ഞാൽ 4 into 10⁻25 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പോസ് ചെയ്ത് ബാക്കിൽ അടിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. സോ അതാണ് ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ ഡി, 4 into 10⁻25. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A metallic element crystallizes into a lattice containing a sequence of layers of AB. Any packing of spheres leaves out voids in this lattice. What percentage by volume of this lattice is empty space? AB ടൈപ്പിൽ ക്ലോസ് പാക്കിങ്ങിൽ എത്ര എംപ്റ്റി സ്പേസ് ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാലോ AB ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ? AB ടൈപ്പ് എന്ന് പറഞ്ഞാൽ HCP ആണ്. HCP ക്ലോസ് പാക്കിങ്ങിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 74% ആണ്. അപ്പോൾ എത്രയായിരിക്കും എംപ്റ്റി സ്പേസ്? 74% ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. എത്ര? 100ൽ 74 ഒക്യുപ്പൈഡ് ആണ്. ബാക്കി എത്ര ഒക്യുപ്പൈ ചെയ്യാതിരിക്കുന്നത്? 26%. സോ ആൻസർ മസ്റ്റ് ബി 26. പക്ഷേ ഓപ്ഷനകത്ത് 26 കൊടുക്കാത്തത് കൊണ്ട് നൺ ഓഫ് ദീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഡി. അതാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ. An element atomic mass 100 gram per mole having BCC structure has unit cell edge of 400 picometer. The density of this element is. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഞാനത് എളുപ്പത്തിന് വേണ്ടി ബോർഡിൽ ചെയ്തിട്ടുണ്ട്. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? D equal Zm by A cube n, where M is given 100 gram per mole, A is given 400 picometer. You have to convert that picometer into centimeter. So this is that conversion, and we are asked to find out the density. Provided Z is BCC, therefore it is 2. Substitute ചെയ്യാം. D equal Zm by A cube n. Z 2 ആണ്, M 100 ആണ്, A 400 picometer നമ്മൾ മീറ്റർ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇൻറ്റു 4 ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തെന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 19 5.18 ആയിരിക്കും കിട്ടുക. 5.18 അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ സി, ബി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ബി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ട ഈ 100 ഇത് 10⁻6ഉം 23ഉം 29 ആയി. 29ഉം -13 പോയാൽ 10⁻1 താഴെ വന്നു, മേലെ പോകുമ്പോൾ 10⁻1 ആയി. ദാറ്റ് മീൻസ് 1000 ആയി. ഈ 2ഉം 4ഉം 6ഉം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. ഓക്കെ, സോ ബി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. Next 20th question. Sodium metal crystallizes in body centered cubic lattice with the cell edge A equals 4.29. The radius of the sodium atom is. ഇത് BCC ആണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ BCC ആവുമ്പോൾ we have 4r equals root 2a. ഓർമ്മയുണ്ടോ? ബോഡി സെന്റേഡ് ആവുമ്പോൾ സിമ്പിൾ ആണെങ്കിൽ 4r equals root 2a എന്നും, ബോഡി സെന്റേഡ് ആവുമ്പോൾ 4r equals root 3a എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. 4r equals root 3a ആയതുകൊണ്ട് സിമ്പിൾ ആവുമ്പോൾ എങ്ങനെയാണ്? സിമ്പിൾ ആവുമ്പോൾ 2r equals a, ബോഡി സെന്റേഡ് ആവുമ്പോൾ 4r equals root 3a, ദെൻ FCC ടൈപ്പ് ആണെങ്കിൽ 4r equals root 2a. ഓർമ്മയുണ്ടല്ലോ? അവിടെ നമുക്ക് 6 ആണ് കാണാനുള്ളത്, a തന്നിട്ടുണ്ട്. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു വിൽ ഗെറ്റ് ദിസ് വൺ, ദാറ്റ് ഈസ് 1.8 സംതിങ് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആ രീതിയിലുള്ളത്. ഓക്കെ, സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ബി. നെക്സ്റ്റ് 21st ക്വസ്റ്റ്യൻ. A compound AB crystallizes in BCC lattice with the unit cell edge length of 480 pm. If the radius of B minus, that is anion, is 225 pm, then what is the radius of cation? This is the question. We know that ഈ സിസ്റ്റം BCC സ്ട്രക്ചറിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCC സ്ട്രക്ചറിലുള്ള ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സീഷ്യം ക്ലോറൈഡ്. അവിടെ നമ്മൾ എഴുതിയിരുന്നു ഇതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് അതിൻ്റെ 2 into r plus r minus equals root 3a എന്ന് ഓർക്കുന്നുണ്ടോ? ഇത് NaCl ആണെങ്കിൽ 2 into r plus r minus equals a എന്നും പറഞ്ഞിരുന്നു. നമ്മൾ സ്ട്രക്ചർ വെച്ച് വരച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ ഈ ഇൻഫർമേഷൻ ആണ് ഇവിടെ വേണ്ടത്. കാരണം ഈ സോളിഡ് എ ബി ക്രിസ്റ്റലൈസസ് ഇൻ BCC എന്ന് പറഞ്ഞാൽ സീഷ്യം ക്ലോറൈഡ് സ്ട്രക്ചർ ആണ് അതിനുള്ളത് എന്നാണ്. ഇനി വളരെ സിമ്പിൾ ആണ്, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കാണേണ്ടത് R+ കാണാനാണ്. സോ ഐ ക്യാൻ റൈറ്റ് 2R+ plus 2R minus equals √3 into 480 and again what is 2R plus 2 into R minus കിട്ടിയിട്ടുണ്ടല്ലോ. സോ 2R plus equals √3 into 480 minus 2 into R minus, that is 255. By solving this you will get R plus equals 190 point something, around 190.7 കിട്ടും. That is answer. ഓപ്ഷനിലേക്ക് നോക്കൂ, 190.7 ഓപ്ഷൻ ബി കൊടുത്തിട്ടുണ്ട്. സോൾവ് ചെയ്ത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. In close packing of atoms A of radius RA, the radius of atom B that can be fitted in tetrahedral void is. See, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആറ്റംസ് കാറ്റിയോൺ ആണ് വോയിഡിൽ നിൽക്കുക, ആനയോൺ ആണ് അതിൻ്റെ ക്ലോസ് പാക്കിങ്ങിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്കൊരു ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും ഒക്കെ ആണല്ലോ 3 dimensional ഉണ്ടാവുക. ആ വോയിഡിലാണ് കാറ്റിയോൺ ഒക്യുപ്പൈ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി ഈ ചോദ്യത്തിൽ അങ്ങനെ കാറ്റിയോൺ ഒക്യുപ്പൈ ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ വോയിഡിലാണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രത്തോളം വരും എന്നുള്ളതാണ്. അപ്പോൾ ആ റേഡിയസ് റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0.225 to 0.414 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, 0.414 to 0.732 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ഏതാണ് എന്നുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ. സോ ദ ആൻസർ ഈസ് 22. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Then 23rd question. The edge length of a cube is 520 pm. Edge length 520 pm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then body diagonal would be. Body diagonal would be. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ബോഡി ഡയഗണൽ, എന്താണ് ഫേസ് ഡയഗണൽ. ബോഡി ഡയഗണൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് മറ്റേ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് BCC കണ്ടപ്പോൾ നമ്മൾ ബോഡി ഡയഗണലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു യൂണിറ്റ് സെൽ വരയ്ക്കാണ്. ഇതിൻ്റെ ബോഡി ഡയഗണൽ എങ്ങനെ കാണിക്കുക എന്നുള്ളത് ഞാൻ പറയാം. സി നോക്കിക്കോളൂ, ഇതൊരു യൂണിറ്റ് സെല്ല്. ഇതിൻ്റെ ഫേസ് ഡയഗണൽ ഏതാണ്? അപ്പം ഞാൻ ഇതാണ് ഫ്രണ്ട് എന്ന് കരുതിക്കോളൂ. ഫ്രണ്ട് ഫേസ് ഇതാണ്. ഫ്രണ്ട് ഫേസ് അതാണെങ്കിൽ ഇത് ബാക്ക് ആണല്ലോ, ഇതിൻ്റെ ബാക്ക് കാണുന്നത് ബാക്ക് സൈഡ് ആണ്, ഇതിൻ്റെ ഈ ഉള്ളിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന പോർഷനാണ്, ഇങ്ങനെ നിൽക്കുന്ന പോർഷനാണ്. സി നമ്മളിപ്പോൾ ഒരു ആറ്റം ഉണ്ടെങ്കിൽ, ഞാൻ ആറ്റത്തെ വേറെ കാണിക്കാം. ഇവിടെ ആറ്റം ഉണ്ടെന്നിരിക്കട്ടെ, ഈ കോർണറുകളൊക്കെ ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെ ആയിരിക്കും. നോക്കോ, ഇതാണ് സിമ്പിൾ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ഇവിടെ നമ്മൾ എഡ്ജ് ലെങ്ത് A ഈക്വൽസ് 2R എന്ന് പറഞ്ഞു തുറക്കുന്നുണ്ടോ? ഇതാണ് റേഡിയസ് R, ഇത് ഇങ്ങോട്ടും R. സോ A ഈക്വൽസ് 2R. ഇനിയിപ്പോ ഇവിടെ ഒരു ആറ്റം കൂടെ ഉണ്ടാവുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ഫേസ് ഡയഗണൽ പരിഗണിക്കുക. അതാ ഇതാണ് ഫേസ് ഡയഗണൽ. സോ ഫേസ് ഡയഗണൽ ഈക്വൽസ് എന്ത് പറയാം നമുക്ക്? ഇത് എയും ഇത് എയും ആണെങ്കിൽ ഫ്രം ട്രയാങ്കിൾ ABC we can say that BC അഥവാ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് √2A എന്ന് പറഞ്ഞൂടെ അല്ലേ? ഇത് A ആണ്, ഇത് A ആണ്. സോ A² + A² ഈക്വൽ ടു BC² എന്ന് പറയാം. പൈത്തഗോറസ് തിയറം പ്രകാരം അങ്ങനെ പറയാലോ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫേസ് ഡയഗണൽ ഇത് R, ഇത് R, ഇത് R, ഇത് R. ദാറ്റ് മീൻസ് 4R. 4R ഈക്വൽസ് √2A എന്ന് പറയാം. 4R ഈക്വൽസ് √2A എന്ന് പറയാം. ഈ 4R എന്താ ഉദ്ദേശിക്കുന്നത്? ഫേസ് ഡയഗണൽ ആണ്. ഇനി ഇതിന്റെ ബോഡി ഡയഗണൽ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവാന്ന് അറിയോ? നോക്കിക്കോ, ഇതിനുള്ളിൽ തന്നെ ഞാൻ അത് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ബോഡി ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒരു ഫേസിന്റെ കോർണറിൽ നിന്നും ബാക്കിലെ ഫേസിന്റെ ഡയഗണൽ പൊസിഷനിലുള്ള കോർണറിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അത് 3 dimensionലാണ് ബോർഡിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരുന്നാലും ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്താം. നോക്കിക്കോ, ഇതാണ് ഇപ്പൊ നമ്മുടെ സ്ട്രക്ചർ. ഇതാ ഇപ്പോ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണല്ലോ, ഫ്രണ്ട് പാർട്ടായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ഇതാണ്. ഈ ഫ്രണ്ട് പാർട്ടിന്റെ ഈ കോർണറിലുള്ള ആറ്റം നമ്മൾ പരിഗണിക്കുന്നു. അതേപോലെ ബാക്ക്
പാർട്ടിൻ്റെ ആ കോർണറുള്ള ആറ്റമാണിത്. അതിൻ്റെ ബോഡി സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ടെന്ന് കരുതിക്കോളും. അപ്പോൾ ഇതെങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഒരു പെട്ടിയുടെ ഇതാ ഒരു പെട്ടി ഉണ്ടെന്നിരിക്കട്ടെ ഇവിടെ, ഒരു പെട്ടി. ആ പെട്ടിയുടെ ഫ്രണ്ടിൽ ഈ കോർണറിൽ നിന്നും ബാക്കിൽ താഴേക്കുള്ള കോർണറിലേക്കാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് നോക്കിക്കോളൂ. ഈ കോർണറിൽ നിന്നും ഈ കോർണറിലേക്ക്, അതാണ് ബോഡി ഡയഗണൽ എന്ന് പറയുന്നത്. അതാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എത്ര കോർണറുകൾ ടച്ച് ചെയ്തിട്ടുണ്ട് നോക്കൂ. ഐ മീൻ എത്ര റേഡിയസുകൾ കവർ ചെയ്തു? 1 2 3 4. അഗെയിൻ ഇവിടെയും 4r തന്നെയാണ്. പക്ഷെ 4r ഈക്വൽസ് √2a എന്നല്ല വരിക. കാരണം അത് നിങ്ങൾ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് BCC കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് √3a. സോ ബോഡി ഡയഗണൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള 4r ബോഡി ഡയഗണൽ. സോ ബോഡി ഡയഗണൽ 4r ഈക്വൽസ് √3 ആണ്. ഇനി ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വി ഹാവ് ഗിവൺ a ഈക്വൽസ് 520 PM. a ഈക്വൽസ് 520 PM. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ BCCയുടെ പാർട്ടൊക്കെ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. BCCയുടെ ക്ലോസ് പാക്കിങ്ങിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബോഡി ഡയഗണൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെറിവേഷൻ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇനി given that a equals 520 PM, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബോഡി ഡയഗണൽ, that means 4r. Then what will be 4r equals? 4r equals √3 into a, that means √3 into 520. അല്ലേ? So 1.73 into 520. By solving you will get the right answer. The answer will be around, by solving this you will get 900. That means option B is the right option. Okay. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യത്തിലേക്ക് വരാം, ഡിഫക്റ്റിൽ നിന്നുള്ള. ദാറ്റ് ഈസ് 24th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ് ഈസ് ഡയാമാഗ്നറ്റിക്? ഒരു ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഡി, ദാറ്റ് ഈസ് V2O5. ബാക്കി ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. 25th ക്വസ്റ്റ്യൻ. വെൻ ഇലക്ട്രോൺസ് ആർ ട്രാപ്ഡ് ഇൻ ആനിയോൺ വാക്കൻസി ദ ഡിഫക്റ്റ് ഈസ് നോൺ ആസ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫക്റ്റ് ഈസ് കോൾഡ് metal excess defect due to anion vacancy or F-centered defect. So the right option is D. That means option D, F-center is the right option. 26th, Na2O has anti-fluorite structure. In Na2O, the coordination number of Na plus and O2 minus are respectively. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ മുമ്പ് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടല്ലോ, Na2ന്റെ സ്ട്രക്ചർ, അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 4:8 ആണ് കോർഡിനേഷൻ നമ്പർ എന്ന്. അത് നിങ്ങൾ നോക്കുക. സോ ദ ഓപ്ഷൻ ഈസ് ബി. 27th ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് A plus is 0.95 angstrom and B minus is 1.81 angstrom. The coordination number of A plus is, see, given that A plus 0.95 and B minus 1.81, then what will be the coordination number? See, ഇത് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത് നമ്മൾ റേഡിയസ് റേഷ്യോ പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താ റേഡിയസ് റേഷ്യോ? R plus bar R minus equals. റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. ആ റേഷ്യോയിൽ ഇത് ഏത് റേഷ്യോയിലാണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ജോമെട്രി കിട്ടും. ആ ജോമെട്രിയുടെ കോർഡിനേഷൻ നമ്പർ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇപ്പൊ ടെട്രാഡൽ ജോമെട്രിയിലാണ് വരുന്നതെങ്കിൽ കോർഡിനേഷൻ നമ്പർ 4. ഓർക്കുന്നുണ്ടോ ആ ബോക്സ് പറഞ്ഞത്? ഒക്ടാഡൽ കോർഡിനേഷൻ നമ്പറിലാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 എന്ന രീതിയിലൊക്കെയാണ്. നമുക്കിത് ചെയ്ത് നോക്കുക. കാറ്റയോൺ 0.95 by 1.81. By solving this you will get 0.52. 0.52 എന്ന് പറയുന്നത് 0.414ന്റെയും 0.732ന്റെയും ഇടയിലല്ലേ ഈ വാല്യൂ? ഈ റേഡിയസ് റേഷ്യോ ആണെങ്കിൽ അത് ഏത് കോർഡിനേഷനിലാണ് വരിക, അല്ലെങ്കിൽ ഏത് ജോമെട്രിയിലാണ് വരിക? അത് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലാണ് വരിക. ഒക്ടാഹെഡ്രൽ ജോമെട്രിയുടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. Therefore option right is B. Question next, 28th question. KF has NaCl structure. KF has NaCl structure. The edge length of its unit cell has been found to be 537.6. 537.6. The distance between K plus and F minus is. See, ഇത് സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ നമ്മൾ വരച്ച സമയത്ത്? നിങ്ങൾ ബാക്കിലേക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. അത് കോർണറുകളിൽ Na+ ആണെങ്കിൽ ബോഡി അല്ല എഡ്ജ് സെന്ററിൽ ആരുണ്ട്? Cl- ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് R+,
ഇത് ആർ മൈനസ്, ഇത് ആർ മൈനസ്, ഇത് ആർ പ്ലസ്. നോക്കൂ, ആർ പ്ലസ്, ആർ മൈനസ്, ആർ മൈനസ്, ആർ പ്ലസ്. ഇനി തിരിച്ചു പറയാം, ഇത് ആർ മൈനസ്, ആർ പ്ലസ്, ആർ പ്ലസ്, ആർ മൈനസ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർ പ്ലസ് രണ്ടെണ്ണം ഉണ്ട്, ദാറ്റ് മീൻസ് 2r പ്ലസ്, ഇത് 2 ആർ മൈനസ് ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽസ് എ അല്ലേ? ദാറ്റ് മീൻസ് 2r പ്ലസ് പ്ലസ് ആർ മൈനസ് ഈക്വൽസ് എ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇങ്ങനെ റീഡിങ് നമുക്കുണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് വരൂ. ഈ കെ പ്ലസ് ആണ് ആർ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കെ പ്ലസിന്റെ റേഡിയസ്. ആർ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫ് മൈനസിന്റെ റേഡിയസുമാണ്. അത് ഈക്വൽസ് എ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്ത് കണ്ടാൽ മതി? എ ആർ പ്ലസ് പ്ലസ് ആർ മൈനസ് എത്ര? ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കെ പ്ലസ് ആൻഡ് എഫ് മൈനസ് എത്രയാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ആർ പ്ലസിന്റെയും ആർ മൈനസിന്റെയും. ഇതല്ലേ കെ പ്ലസ്, ഇതല്ലേ എഫ് മൈനസ്. ഇവർക്ക് ഇടയിലുള്ള ദൂരം എത്രയാണ്? അത് ഈ a/2 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണല്ലോ എ. ആ എയുടെ പകുതി കണ്ടാ പോരെ? അതാണ് a/2 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ യു സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട്, ടേക്ക് ദ ഹാഫ് ഓഫ് ദിസ് വൺ. ദാറ്റ് ഈസ് ആർ പ്ലസ് പ്ലസ് ആർ മൈനസ് ഈക്വൽസ് 537.6/2. ഏതാണ് ഓപ്ഷൻ? 537. And you will get it as 268 around, right? 268. Option B. Option B is the right option. Okay. Ini 29th question. In corundum, oxide ions are arranged in HCP and aluminum ions occupy 2/3 of the octahedral wall. Its formula is. ഈ ചോദ്യത്തിലെ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കൊറണ്ടം എന്നുള്ളത് നമ്മൾക്ക് മെറ്റലർജിയിൽ നമ്മൾ അലൂമിനിയത്തിന്റെ ഓറായിട്ട് പഠിക്കുന്നതാണ്. കൊറണ്ടത്തിന്റെ ഫോർമുല Al2O3 എന്നാണ്. കൊറണ്ടം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് Al2O3.H2O, അതിന്റെ പേരാണ് ഡയാസ്പോർ. പിന്നെ Al2O3 2H2O, അതിന്റെ പേരാണ് ബോക്സൈറ്റ്. ഒന്നുകൂടെ പറയട്ടെ, Al2O3 കൊറണ്ടം, Al2O3H2O ഡയാസ്പോർ, Al2O3 2H2O ബോക്സൈറ്റ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. നമുക്കറിയാലോ, സോളിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ക്ലോസ് പാക്കിങ്ങിലാണെന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം പ്രോബ്ലം ചെയ്യാൻ ഈ there are n spheres, there will be n octahedral void and 2n tetrahedral void will be. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോളിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഓക്സൈഡ് അയോൺ കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഓക്സിജൻ കൊണ്ടിട്ടാണെന്ന് മനസ്സിലാക്കാം. ഓക്സിജൻ കൊണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ലെറ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ഈക്വൽസ് n എന്നെടുക്കാം. ഇനി അതിന്റെ ഒക്ടാഹെഡ്രൽ വോയിഡിലാണ് അലൂമിനിയം ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്പർ ഓഫ് അലൂമിനിയം ഈക്വൽസ് നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് എത്രയായിരിക്കും? ഇഫ് there are n spheres, ഒക്ടാഹെഡ്രൽ വോയിഡും n തന്നെയാണ്. പക്ഷെ ഈ ഒക്ടാഹെഡ്രൽ വോയിഡിൽ പൂർണ്ണമായും അലൂമിനിയം ഒക്യുപ്പൈ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2/3 മാത്രമേ ഉള്ളൂ എന്ന്. സോ ഐ മസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് ബൈ 2/3. അങ്ങനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Al 2/3 ഓക്സിജൻ ഒരെണ്ണം മാത്രമാണ്. ഞാൻ എണ്ണിനെ ഒന്നാക്കി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, Al 2/3 O1. രണ്ടിടത്തും ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് Al2O3. ദാറ്റ്സ് ഓൾ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ദ ഓപ്ഷൻ ബി. So next question, the last question. The arrangement of Cl minus ion in CsCl structure is. ഇത് നല്ല രസമുള്ള ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. CsCl ക്ലോറൈഡ് അയോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സീഷ്യം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചത്? സീഷ്യം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ എന്താണ്? BCC ആണ്. അപ്പൊ ചാടി കയറി ഇതിന്റെ ഉത്തരം എല്ലാവരും പറയൽ എന്തായിരിക്കും? BCC ആണെന്നാ. പക്ഷെ അങ്ങനല്ല. ശരിക്കത് വരുന്നത് സിമ്പിൾ ക്യൂബിക്കിലാണ് ആരുള്ളത്? ക്ലോറൈഡ് അയോൺ ഉള്ളത്. സിമ്പിൾ ക്യൂബിക്കിലാണ് ക്ലോറൈഡ് അയോൺ ഉള്ളത്. പിന്നെയോ ബോഡി സെന്ററിലാണ് ആരുള്ളത്? സീഷ്യം പ്ലസ് അയോൺ ഉള്ളത്. ഓക്കെ, അപ്പോ സിമ്പിൾ ക്യൂബിക്കാണ്. ഇവരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, മീൻസ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ സിമ്പിൾ ക്യൂബിക്കിലാണുള്ളത്. ഇനിയിപ്പോ CS+ ആണെങ്കിൽ അതും സിമ്പിൾ ക്യൂബിക്കിലാണ്. കാര്യം ഇപ്പുറത്തെ ഒരു യൂണിറ്റ് സെല്ലില്ലേ, ആ യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിൽ ഉണ്ടാകുന്നത് ഇയാളല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടും വന്നു. ഇനി ഇപ്പുറത്തുള്ളതും അപ്പുറത്തുള്ളതും നോക്കുകയാണെങ്കിൽ ഈ ബോഡി സെന്ററുകൾ മാത്രം പരിഗണിച്ചാൽ നമുക്കൊരു സിമ്പിൾ ക്യൂബ് കിട്ടും. ബോഡി സെന്റർ മാത്രം കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ക്യൂബ് കിട്ടും. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സിമ്പിൾ ക്യൂബിക്കിലാണ് ഉള്ളത്. രണ്ടും കൂടി ചേർന്ന് ഒരു യൂണിറ്റ് സെല്ലിൽ പരിഗണിക്കുമ്പോൾ അത് എന്താ വരിക? BCC ആണ് വരിക. സോ ദ റൈറ്റ് ആൻസർ ഈസ് സിമ്പിൾ ക്യൂബിക്. ഇതോടെ ഈ ചാപ്റ്ററിലെ സെലക്ടഡ് MCQ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ സാധാരണ ക്രാഷിന് ഇത്ര നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് വീണ്ടും പോസ് ചെയ്ത് തിരിച്ച് ബാക്കിലേക്ക് പോയി ഒക്കെ പ്ലേ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ നീറ്റിൻ്റെയും JEEയുടെയും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഓക്കെ, സോ ഇനി നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ടുകൾ
ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്.